ഇലക്ട്രിക് കാർ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വാഹന ലോകത്ത് എല്ലാ മാനുഫാക്ചേഴ്സിൻ്റെയും ഏറ്റവും സംസാര വിഷയം ഇലക്ട്രിക് വാഹനങ്ങളാണ്. പല മാനുഫാക്ചേഴ്സും ഇലക്ട്രിക് കാറിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു. മുഴുവനായിട്ട് ഇലക്ട്രിക് കാർ മാത്രമുള്ള മാനുഫാക്ചേഴ്സും ഉണ്ട്, ബ്രാൻഡ്സും ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. എന്നാൽ മെർസിഡസ് ബെൻസ് ആണ് ലക്ഷറി വേരിയൻറ്റ് അല്ലെങ്കിൽ ലക്ഷറി മോഡലിൽ ആദ്യമായിട്ടൊരു ഇലക്ട്രിക് വാഹനം കൊണ്ടത് മെർസിഡസ് ബെൻസ് ആയിരുന്നു. EQC ഞാൻ ഓർക്കുന്നുണ്ട്. കോവിഡിൻ്റെ സമയത്താണ് ഞങ്ങൾ ബോംബെയിൽ വന്ന് EQC ഡ്രൈവ് ചെയ്ത്. അതിനുശേഷം എല്ലാ വർഷവും അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കുറേ വാഹനങ്ങൾ തന്നെ ഇലക്ട്രിക് അല്ല എല്ലാ മോഡൽസിൻ്റെയും ഒരു ഇലക്ട്രിക് വേർഷൻ മെർസിഡസിൻ്റെ ലൈനപ്പിലുണ്ട്. സോ ഫൈനലി ഇപ്പോൾ ഞാൻ ജയ്പൂർ രാംബാഗ് എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ റിസോർട്ടിലാണ്. അവിടെയാണ് പുതിയ GLAയുടെ ഇലക്ട്രിക് വേർഷൻ EQA 250+ എന്ന മോഡലുമായിട്ട് മെർസിഡസ് ബെൻസ് വന്നിരിക്കുന്നത്. EQA ഗ്ലോബലി ലോഞ്ച് ചെയ്ത് 2021 ജാനുവരിയിലായിരുന്നു. അതിനുശേഷം 2023 ഓഗസ്റ്റിലാണ് ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ ഗ്ലോബലി വന്നത്. 2023 ഓഗസ്റ്റിൽ EQA മാത്രമല്ല EQBയും ഗ്ലോബലി അതിൻ്റെ ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം ഇന്ത്യയിലേക്ക് ആ ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ EQB ആണ് ഇന്ത്യയിലേക്ക് വന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ഇന്ത്യയിലേക്ക് EQA എത്തുന്നത്. EQA എന്ന് പറയുന്ന ഈ വാഹനം ഇപ്പം ഞാൻ ആദ്യമേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞ പോലെ GLAയുടെ ഒരു ഇലക്ട്രിക് വേർഷനാണെന്ന് ഞാൻ പറഞ്ഞു. GLAയുടെ ഇലക്ട്രിക് വേർഷൻ ആകുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ്സ് എൻട്രി ലെവൽ SUVയിൽ ഒരു എൻട്രി ലെവൽ മോഡലാണ്. ഇലക്ട്രിക് വേർഷനിൽ ഇപ്പോൾ നോക്കിയാലും എൻട്രി ലെവൽ മോഡലായിട്ടാണ് EQAനെ ഇന്ത്യയിലേക്ക് മെർസിഡസ് ബെൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് മെയിനായിട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലെയും ബാക്കിലെയും ആ ഒരു ഗ്രില്ലും അതുപോലെ ലൈറ്റ്സിലും ഒക്കെയാണ്. ബാക്കി ഓവറോൾ ഷേപ്പിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ വ്യത്യാസങ്ങൾ. അതായത് ഇപ്പോൾ ലെങ്ത്തിൽ ഒരു 27 മില്ലിമീറ്റർ കൂടുതൽ വന്നിട്ടുണ്ട്, അതുപോലെ ഹൈറ്റിലും ഒരു 32 മില്ലിമീറ്റർ കൂടുതൽ വന്നിട്ടുണ്ട്. സോ അതാണ് ഇതിൽ വന്നപ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രിക് വേർഷനിലേക്ക് വന്നപ്പോൾ ഒരു ചേഞ്ച് എന്ന് പറയാനായിട്ട് നമുക്ക് അതിൻ്റെ ഡയമെൻഷൻസിൽ വരുന്നത്. പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു 7 മില്ലിമീറ്റർ, അതായത് വളരെ കുറഞ്ഞിട്ടുമുണ്ട്. സോ അതാണ് ഡയമെൻഷൻസിൽ വന്നിരിക്കുന്ന വ്യത്യാസം. GLAയിൽ നിന്ന് EQAയിലേക്ക് വന്നിരിക്കുന്ന വ്യത്യാസം മെയിനായിട്ട് വന്നിരിക്കുന്ന ഫ്രണ്ടിൽ തന്നെയാണ്. അതിൻ്റെ ഫ്രണ്ടിലെ ഗ്രില്ല് കംപ്ലീറ്റ് മാറി, അതുപോലെ ബമ്പർ മാറിയിട്ടുണ്ട്, ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രില്ല് നോക്കിയാൽ കംപ്ലീറ്റ്ലി ഒരു ക്ലോസ് ഗ്രില്ലാണ് വരുന്നത്. അതിനകത്ത് 3 point സ്റ്റാർസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് ഇതിൻ്റെ ഫുൾ ലെങ്ത് ടോട്ടലി എൻഡ് ടു എൻഡ് വരുന്ന ഒരു LED DRLാണ്. ഹെഡ്ലൈറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാം, എല്ലാം 3 point സ്റ്റാർ കംപ്ലീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സെൻറ്ററിലാണെങ്കിലും വലിയൊരു 3 point സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് GLAയിൽ നിന്ന് EQAയിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസം. സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ GLAയുമായിട്ടുള്ള ഡിസൈൻ അല്ലെങ്കിൽ ഡിസൈൻ സിമിലാരിറ്റി നന്നായിട്ട് ഫീൽ ചെയ്യും. എക്സെപ്റ്റ് ഫോർ ദിസ് വീൽസ് 19-inch പുതിയ അലോയ് വീൽസ്, AMG അലോയ് വീൽസ് ആണ് വരുന്നത്. ഒരു ഇലക്ട്രിക് മോഡലിന് വേണ്ടിയിട്ട് അതിൻ്റെ എയറോഡൈനാമിക്സിനൊക്കെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന അലോയ് വീലാണ് വരുന്നത്. 19-inch വീൽസ് ആണ് വരുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നും നമ്മൾ സൈഡ് പ്രൊഫൈലിൽ നോക്കുമ്പോഴില്ല. ബട്ട് ഐ ലവ് ദിസ് കളർ. സോ ഈ ഒരു മൗണ്ടൻ ഗ്രേ മാറ്റ് ഫിനിഷ് കൂടാതെ നമുക്ക് 6 വേറെ കളേഴ്സും വരുന്നുണ്ട്. സോ ടോട്ടലി 7 ഡിഫറെൻറ്റ് കളേഴ്സിലാണ് പുതിയ EQA 250+ വരുന്നത്. അതായത് ബ്ലൂ വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, സിൽവർ, വൈറ്റ്, ഗ്രേ തന്നെ 2 ഷെയ്ഡ്, ബ്ലാക്ക് എന്നീ കളേഴ്സ് എല്ലാം ഇപ്പോൾ പുതിയ EQAയിൽ വരുന്നുണ്ട്. EQAയുടെ റിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഫ്രണ്ട് പറഞ്ഞ പോലെ തന്നെ GLAയിൽ നിന്ന് മെയിൻ വ്യത്യാസം വരുന്ന 2 സ്പേസ് എന്ന് പറയുന്നത് മെയിൻലി ഫ്രണ്ടും ബാക്കുമാണ്. അതിൻ്റെ ഡിസൈൻ നോക്കിക്കഴിയുമ്പോൾ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന വ്യത്യാസം ഞാൻ പറഞ്ഞു. ബാക്കിലേക്ക് വന്നു കഴിയുമ്പം ഈ ഒരു ഫുൾ ലെങ്ത്തിൽ വരുന്ന ടെയിൽ ലാമ്പ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ഇലക്ട്രിക് വേർഷനാണ്. അതുപോലെ തന്നെ EQA ആണെന്ന് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. ആ ഒരു ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യും. അതുപോലെ തന്നെ EQA 250+ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു EQAയുടെ സ്റ്റൈലിംഗ് ഡെഫിനറ്റ്ലി നമുക്ക് ഇതിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. സോ ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബൂട്ട് ലിഡ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്പേസ് നമുക്ക് GLAയിൽ കിട്ടുന്നത് 425 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് വേർഷൻ ആയിട്ടും നമുക്ക് EQAയിൽ ഇപ്പോൾ 340 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ 40-40-20 എന്നുള്ള രീതിയിൽ നമുക്ക് സ്പ്ലിറ്റ് സീറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ലഗേജ് കൂടുതലാണെങ്കിൽ യു കെൻ ഫോൾഡ് ദ സീറ്റ് 40-40-20 നമുക്ക് ചെയ്യാനും പറ്റും. ഗ്ലോബലി EQA എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മോഡലാണ്. കാരണം ഏകദേശം 1,30,000 മോഡൽസ് ഗ്ലോബലി ഇപ്പോൾ 2021 EQA എന്നുള്ള മോഡൽ ഗ്ലോബലി വന്നതെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ 1,30,000 യൂണിറ്റ്സ് ഈ വാഹനം മാത്രം ഗ്ലോബലി വിറ്റിട്ടുണ്ട്. സോ ആ ഒരു സക്സസ് മന്ത്ര അല്ലെങ്കിൽ സക്സസ് ജേർണി തന്നെ
ഇന്ത്യയിലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് മെർസിഡീസ് ബെൻസിന് യാതൊരു സംശയമില്ല. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ വാഹനങ്ങളുള്ളത് വളരെ കുറവാണ് കോമ്പറ്റീറ്റേഴ്സ് നോക്കുമ്പോൾ തന്നെ. സോ കോമ്പറ്റീറ്റേഴ്സിൻ്റെ കാര്യങ്ങളും ഡ്രൈവും ഇൻറ്റീരിയറും എല്ലാം നമുക്ക് കാണാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും അതിൻ്റെ ഡിസൈനിൽ നമുക്ക് കാണാൻ പറ്റില്ല. GLA ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ GLAയുടെ ആ ഒരു സെയിം സ്ട്രക്ചറാണ് വന്നിരിക്കുന്നത്. പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ട്. അതിനകത്ത് ഒരു അഡീഷൻ വന്നിരിക്കുന്നതിൻ്റെ ഹെഡപ്പ് ഡിസ്പ്ലേ ആണ്. ഹെഡപ്പ് ഡിസ്പ്ലേ ഇപ്പോൾ നമുക്ക് EQAയിൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു കൺസോളിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഡാഷ്ബോർഡിൽ വന്നിരിക്കുന്ന ഈ ഒരു പാറ്റേൺ മെർസിഡീസ് ബെൻസിൻ്റെ 3.8 സ്റ്റാർ പാറ്റേൺ അത് ഇലൂമിനേറ്റഡ് ആണ്. അത് രാത്രിയാണെങ്കിൽ അത് ഗ്ലോ ചെയ്യും. ആ പാറ്റേൺ ഈ ഒരു EQAയിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡോർ പാഡിലും ആ ഒരു സെയിം പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു പാറ്റേൺ എല്ലാം ഗ്ലോ ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. സോ ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതൊരു ഇലക്ട്രിക് വേർഷൻ ഓഫ് മെർസിഡീസ് ആണ്, അല്ലെങ്കിൽ AA ആണ്, അല്ലെങ്കിൽ GLA ആണെന്ന് മനസ്സിലാവും. അത് കൂടാതെ നമുക്ക് ഒരു ഫുൾ ലെങ്ത്തിൽ അല്ലെങ്കിൽ സിംഗിൾ പാനലിൽ നമുക്ക് സ്ക്രീൻ വരുന്നുണ്ട്. 10.25 ഇഞ്ചിൻ്റെ 2 ഡ്യുവൽ സ്ക്രീനാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ എയർവെൻസ് നോക്കിയാലും നമുക്ക് നോർമലി ഒരു ടർബൈനിലേക്കാണ് നമുക്ക് GLAയിലും കിട്ടുന്നത്. എന്നാൽ EQAയിലേക്ക് വന്നപ്പോൾ ഇതിനകത്തൊരു റോസ് ഗോൾഡ് ഫിനിഷിനാണ് ഇതിൻ്റെ ടർബൈനിലേക്ക് വെൻറ്റിൽ വന്നിരിക്കുന്നത്. ദെൻ അബൌട്ട് ദ സ്റ്റിയറിംഗ്, ബ്യൂട്ടിഫുൾ സ്റ്റിയറിംഗ്. ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്തൊരു AMG പാക്കേജ് ആണ് ഇപ്പോൾ EQAയിൽ വരുന്നത്. AMG പാക്കേജ് മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ AMG സ്റ്റിയറിംഗ് ആണെങ്കിൽ ഈ ഒരു സ്റ്റൈലിങ്ങിന് സ്റ്റിയറിംഗ് കംപ്ലീറ്റ്ലി ലെതർ റാപ്പ് സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റീക്യൂപ്പറേഷന് വേണ്ടിയിട്ടാണ്. റീക്യൂപ്പറേഷൻ 3 സ്റ്റെപ്പിലുണ്ട്. മാക്സിമം, സ്ട്രോങ്, അതുപോലെ നോർമൽ. ഇങ്ങനെ 3 സ്റ്റെപ്പിലാണ് നമുക്ക് റീക്യൂപ്പറേഷൻ വരുന്നത്. അതിൻ്റെ ആ ഒരു ഡ്രൈവിൽ വരുന്ന വ്യത്യാസം നമുക്ക് ഡ്രൈവിൽ നോക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് സെൻറ്റർ കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വയർലെസ് ചാർജർ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ്, ഡൈനമിക് എന്ന് പറയുന്ന ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഡ്രൈവ് മോഡ്സ് ആണ്. അപ്പോൾ ആ ഡ്രൈവ് മോഡ് നമുക്ക് ഡ്രൈവിൽ കാണാം. ദെൻ 360 ഡിഗ്രി ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മ്യൂസിക് സിസ്റ്റമാണ്. അത് മാത്രമല്ല ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. എന്നാൽ മ്യൂസിക് സിസ്റ്റം എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ബർമസ്റ്ററിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. 12 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അത് കൂടാതെ 710 വാട്ട്സിൻ്റെ ഔട്ട്പുട്ടും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് ഡോൾബി അറ്റ്മോസ് ഫീലാണ് കിട്ടുന്നത്, ഒരു തിയേറ്റർ എഫക്റ്റ് കിട്ടാനായിട്ട്. ഞാൻ മ്യൂസിക് വയ്ക്കുന്നില്ല, കാരണം കോപ്പി റൈറ്റ് അടിക്കുന്നുള്ള ഉറപ്പാണ്. എന്താണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടും. പിന്നെ ഉള്ളത് സീറ്റ്സ് ആണ്. സീറ്റ് വളരെ കംഫർട്ടബിൾ ആയിട്ട് നല്ലൊരു പൊസിഷൻ സീറ്റ് തരുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് 2 സീറ്റും, ഫ്രണ്ടിലെ 2 പാസഞ്ചർ സീറ്റും ഡ്രൈവർ സീറ്റും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ 3 മെമ്മറി ഫംഗ്ഷൻസും 2 സീറ്റിലും കൊടുക്കുന്നുണ്ട്. നോർമലി നമ്മൾ ഡ്രൈവർ സീറ്റിൽ മാത്രമാണ് ഈ മെമ്മറി കാണാറുള്ളൂ. എന്താണെങ്കിൽ 2 സീറ്റിലും നമുക്ക് മെമ്മറി കിട്ടുന്നത്. ഈ സെൻറ്ററിൽ വന്നിരിക്കുന്ന ഈ ഒരു ഫാബ്രിക് ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽ റീസൈക്കിൾ ചെയ്തിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഫാബ്രിക് ഉണ്ടാക്കിയിരിക്കുന്നത് പറയുന്നു. അതുപോലെ തന്നെ ലംബ സപ്പോർട്ടും എല്ലാം നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. സോ ഓവറോൾ നോക്കുമ്പോൾ ആ ഒരു ക്ലാസി, ഒരു ലക്ഷറി ഫീല് EQAയിലാണെങ്കിലും നൽകിയിട്ടുണ്ട്. സൺറൂഫ് വരുന്നുണ്ട്. വലിയൊരു സൺറൂഫാണ്. ട്വിൻ സൺറൂഫാണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും സൺറൂഫുണ്ട്. ഫ്രണ്ടിലെ കംപ്ലീറ്റ് സൺറൂഫ് നമുക്ക് ഓപ്പൺ ചെയ്യാനും പറ്റും. സോ EQAയിൽ ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് GLAയുടെ ആണെങ്കിൽ പോലും EQAയുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇൻറ്റീരിയറിൽ. ഇനി നമുക്കറിയേണ്ടത് ബാക്ക് സീറ്റാണ്. കാരണം ഡെഫിനറ്റ്ലി ഇതൊരു ഇലക്ട്രിക് വാഹനമാണ്. ബാറ്ററി പാക്ക് എല്ലാം ഇതിൻ്റെ താഴെയുണ്ട്. അപ്പോൾ ബാക്ക് സീറ്റിൽ എത്രമാത്രം കംഫർട്ട് ആണെന്നുള്ളത് നമുക്കറിയാം. സോ EQAയുടെ ബാക്ക് സീറ്റാണ്. ബാക്ക് സീറ്റ് സ്പേസ് അമേസിങ് സ്പേസ്. കാരണം നോർമലി EQA എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ എൻട്രി ലെവൽ SUV ആണ്. ബാക്ക് സീറ്റിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് അവർ കൊടുക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരുപാട് പരാതികൾ കേട്ടിട്ടുണ്ട്. പക്ഷേ EQAയിലേക്ക് വന്നപ്പോൾ ലെഗ് സ്പേസ് ഒരു കുഴപ്പമില്ല. ലോഡ് ഓഫ് ലെഗ് സ്പേസ്. ഈ ഒരു സ്കൂപ്പിങ്ങിനെ കൊടുത്തപ്പം ഈസി ആയിട്ട് നമുക്ക് ലെഗ് വയ്ക്കാം. അതുപോലെ ഹെഡ് റൂമും നന്നായിട്ട് തന്നെ ഉണ്ട്. ആ ഒരു ഷേപ്പിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ്റെ ഒന്നും പ്രശ്നങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ അതിൻ്റെ സ്പീക്കേഴ്സ് 12 സ്പീക്കേഴ്സ് ഉണ്ട്. ഓവറോൾ വാഹനത്തിൽ 12 സ്പീക്കർ ഉണ്ട്. അതിൻ്റെ സ്പീക്കർ ഈ മുകളിൽ കൊടുത്തിരിക്കുന്നുണ്ട്. നല്ല മ്യൂസിക്കിൻ്റെ ആ ഒരു ഡോൾബി അറ്റ്മോസ് ഫീല് ഡെഫിനറ്റ്ലി നമുക്ക് മ്യൂസിക്കിൽ നിന്ന് കിട്ടും. ഒരുപാട് സ്പീക്കേഴ്സ് നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു സീറ്റിംഗ് കംഫർട്ടിൻ്റെ കാര്യം പറയാനുള്ളത്. സീറ്റിങ്ങിന് സെൻറ്ററിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഫാബ്രിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു റീസൈക്കിൾ പ്ലാസ്റ്റിക്കിലാണ് ഈ ഫാബ്രിക് ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞു. എന്നാൽ ഒരു ഡിസ്കംഫർട്ടായിട്ട് വരുന്നത് ഇതിൻ്റെ ഈ ഒരു നമുക്കൊരു അണ്ടർ തായ് സപ്പോർട്ട് കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്യും. കാരണം ഇതിൻ്റെ ഫ്ലോർ പൊങ്ങിയിട്ടുണ്ട്. ബാറ്ററി പാക്ക് ഇരിക്കുന്നത് ഫ്ലോറിലായതുകൊണ്ട് തന്നെ ആ ഫ്ലോർ പൊങ്ങിയത് നമുക്ക് നന്നായിട്ട് ഇവിടെ ഫീൽ ചെയ്യും. കാരണം ഫ്രണ്ടിൽ ആ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നില്ല ഒട്ടും തന്നെ. കാരണം ഫ്രണ്ടിലെ ആ ഫ്ലോർ കുറച്ച് താന്നാണ് തോന്നി. അതിനുശേഷം ഒരു സ്റ്റെപ്പ് പോലെ പൊങ്ങി വന്നിരിക്കുന്നതുകൊണ്ട് ബാക്കിൽ നമുക്ക് ലെഗ്സ് വയ്ക്കുമ്പോൾ കുറച്ച് ഹൈറ്റ് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ഈ ബാക്ക് സീറ്റിൽ വരുമ്പോൾ ഒരു ചെറിയൊരു പ്രോബ്ലമായിട്ട് ഫീൽ ചെയ്യുന്നത്. ബാക്കി എല്ലാം കൊണ്ടും ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്പേസ്, അല്ലെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അതുപോലെ ബാക്കിൽ എയർ വെൻസ് കൊടുത്തിട്ടുണ്ട്.
ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ്, അതുപോലെ തന്നെ 2 സീറ്റായി പോർട്ടും നൽകിയിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ നമുക്ക് ഈ ഒരു സൺറൂഫിൻ്റെ എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട്. ഷെയ്ഡ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, ഒരു സൺറൂഫ് ഫീല് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരു ഹാൻഡ് റെസ്റ്റ്, കപ്പ് ഹോൾഡേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് 3 എണ്ണം നൽകിയിട്ടുണ്ട്, 3ഉം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ ബാക്ക് സീറ്റ് ഈ ഒരു ഹൈറ്റ് കൂടി, ഇലക്ട്രിക് ആയതുകൊണ്ട് ഒരു ഹൈറ്റ് കൂടി എന്നുള്ള കാര്യം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ദർ ഇസ് നോ പ്രോബ്ലം. എവറിത്തിങ് ഇസ് സോ കംഫർട്ടബിൾ. EQA 250+, ആ ഒരൊറ്റ വേരിയൻറ്റിലാണ് ഇന്ത്യയിൽ EQA മെർസിഡീസ് കൊണ്ടുവരുന്നത്. ആ ഒരു മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കംപ്ലീറ്റ് AMG പാക്കേജോട് കൂടി വരുന്നൊരു വാഹനമായിരിക്കും. സോ ഡ്രൈവിലും ആ ഒരു സുഖം ഉണ്ട്. കാരണം ഒന്ന് സ്റ്റിയറിംഗ് കംപ്ലീറ്റ് ഒരു AMG ഫീലുള്ള സ്റ്റിയറിംഗ് ആണ്. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വരുന്നുണ്ട്, സൈസ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, വെരി ഗുഡ് സ്റ്റിയറിംഗ്. സോ അതൊന്നുമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ സസ്പെൻഷൻ ആണ് എന്നെ ആദ്യം തന്നെ ഇംപ്രസ് ചെയ്തൊരു കാര്യം. ഉഗ്രൻ സസ്പെൻഷൻ, ഉഗ്രൻ റൈഡ് എടുത്തു പറയണം. കാരണം നോർമലി നമുക്ക് ഒരു സ്റ്റിഫ്നെസ് ഒക്കെ ഫീൽ ചെയ്യാം, കാരണം ഇലക്ട്രിക് ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഞാൻ പറഞ്ഞു ഒരു 7 mm കുറവുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഡ്രൈവിൽ ഫീൽ ചെയ്യുന്നില്ല. വളരെ മോശമായിട്ടുള്ളൊരു വഴിയാണ്, അതുപോലെ കുഴിയും കാര്യങ്ങളുണ്ട്, ഒന്ന് അടിമുട്ടോ അങ്ങനെ പ്രശ്നങ്ങളില്ല. ബ്യൂട്ടിഫുൾ ഡ്രൈവ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കംഫർട്ട് തരുന്നൊരു കംഫർട്ട്. ഞാനിപ്പോൾ ഒരു നോർമൽ മോഡിലാണ് പോകുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റൈഡും, സസ്പെൻഷൻ ഇസ് ഗിവിങ് ലോഡ് ഓഫ് കംഫർട്ട്. സോ ഒരു രീതിയിലൊരു കുറ്റം പറയാനില്ല ഈ ഒരു മോശം റോഡിലൂടെ പോകുമ്പോഴും പുതിയ EQAയിൽ. രണ്ടാമത്തത് ഇതിനകത്ത് വരുന്ന ബാറ്ററി പാക്കാണ്. 3-4 കൺസേൺ ആണ് ഒരു ഇലക്ട്രിക് കാർ വാങ്ങിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ മനസ്സിൽ വരുന്നത്. ഒന്ന് അതിൻ്റെ റേഞ്ച് ആണ്, പിന്നെ അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ റേഞ്ച് ഒരു വലിയ കൺസേൺ ആയിട്ട് പല ആളുകളും പറയുന്നുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ പല വാഹനങ്ങളും നോക്കിയാലും റേഞ്ച് കൺസേൺ നന്നായിട്ട് വരുന്നത്. അത് തന്നെയാണ് EQAയിൽ മെർസിഡീസ് അതങ്ങ് തൂത്ത് കളഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇതിനകത്തിപ്പോൾ വരുന്ന ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞാൽ 70.5 kWh ബാറ്ററി പാക്കാണ് വരുന്നത്. ആ ഒരു ഒറ്റ ബാറ്ററി പാക്കിലാണ് നമുക്ക് EQA അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ. സോ ഈ വാഹനത്തിന് 70.5 kWh ഉള്ള ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് കമ്പനി പറയുന്നത് 560 km ആണ്. ഫുൾ ചാർജിൽ നമുക്ക് കിട്ടുമെന്ന് പറയുന്നത്. അത് ടെസ്റ്റിലാണ് വരുന്നത്, WLTP ആണ് അത് വരുന്നത്. എന്നാൽ ഒരു റിയൽ ലൈഫിൽ ഇപ്പോൾ 80% ആണ്, ഞാനിപ്പോൾ ഡ്രൈവ് കഴിഞ്ഞ് 80% ആണ് ഇപ്പോൾ അതിൻ്റെ ചാർജ് ബാക്കിയുള്ളത്. ആ 80%ൽ 385 km ആണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഒരു സിറ്റുവേഷനിൽ വളരെ വളരെ ഫാസ്റ്റായിട്ടും ഒക്കെ ട്രാഫിക്കിലൊക്കെ കിടന്ന് അങ്ങനെ കിട്ടുകയാണ് 385. സോ ഈ ഒരു റേഷ്യോ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 500-500 തൊട്ട് മുകളിൽ വരെ 100% ചാർജ് കിട്ടും എന്നുള്ള കാര്യം റിയൽ ലൈഫിലാണ് ഞാൻ പറയുന്നത്. ഫുൾ ചാർജ് ആണെങ്കിൽ റിയൽ ലൈഫിൽ 500+ കിട്ടാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ലെറ്റ്സ് സ്റ്റിക്ക് ടു 500 ആയിരിക്കും നമുക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതിൻ്റെ കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ നമുക്ക് കിട്ടാൻ പോകുന്ന റേഞ്ച്. പിന്നെ വരുന്നതിൻ്റെ പവറാണ്. പവർ ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് തന്നെ പവറിൽ നമുക്ക് ഫീൽ ചെയ്യുന്നതനുസരിച്ച് ഒരു കുറവും വരാൻ സാധ്യതയില്ല. അത് തന്നെയാണ് ഇതിനകത്തും 188 HP പവർ ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 385 Nm ടോർക്കും ഉണ്ട്. സോ ബ്യൂട്ടിഫുൾ ടോർക്ക്. സോ ഇനീഷ്യലി തന്നെ ഇലക്ട്രിക് ആയതുകൊണ്ട് കിട്ടുന്ന ആ ഒരു ടോർക്കിൽ നമ്മൾ ഹാപ്പി ആവും. സോ ഓരോ ഹാപ്പിനെസ് എനിക്കുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവ് മോഡ്സും ഉണ്ട്. ഇപ്പം ഞാൻ പോകുന്നത് ഈക്കോ മോഡിലാണ്. നമുക്ക് ഇതിനകത്ത് വരുന്നത് കംഫർട്ട്, ഈക്കോ, സ്പോർട്ട്, ഇൻഡിവിജ്വൽ എന്നുള്ള പല മോഡ്സിലാണ്. ലെമി പുട്ട് ഇൻ കംഫർട്ടിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കംഫർട്ട് തന്നെയാണ്, വലിയ പവറൊന്നും ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു കംഫർട്ടിൽ കിട്ടുന്ന പവർ തന്നെ കണ്ടോ, ഈ ഒരു ഫീല് തന്നെ വരുന്നുണ്ട്. 100 ഒക്കെ പടക്കം എത്തും. പക്ഷേ മോനെ സ്പോർട്ടിലേക്ക് അങ്ങ് ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ, ഞാനിപ്പോൾ സ്പോർട്ടിലേക്ക് ഇടാവേ. ഈക്കോയിൽ ആ ഒരു ഹോൾഡ് നമുക്ക് ഫീൽ ചെയ്യും. സ്പോർട്ടിലേക്ക് ഇട്ടു. ലെറ്റ്സ് ഗോ. സോ മെർസിഡീസ് പറഞ്ഞ ടൈം 0 to 100 എത്താനെടുത്ത ടൈം 8.6 seconds ആയിരുന്നു. ഞാനത് 8 seconds എത്തിച്ചു. ടോപ്പ് സ്പീഡ് വരുന്നത് കമ്പനി പറയുന്നത് 160 km ആണ്. അതെനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയില്ല, കാരണം 100 വരെ ഞാൻ പോയുള്ളൂ. 120 ആണ് ഇവിടെ റോഡിൽ സ്പീഡ് മാക്സിമം നമുക്ക് എടുക്കാവുള്ളൂ. അതുകൊണ്ട് തന്നെ ടോപ്പ് സ്പീഡ് പറയുന്ന കമ്പനി പറയുന്നത് 160 ആണ്. അമേസിങ്. ഫുൾ 188 ഇവിടെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ബ്യൂട്ടിഫുൾ. ഒരു ഇനീഷ്യൽ നമുക്ക് കിട്ടുന്നത് ആ ഒരു പവർ ഡെലിവറി ഈസ് അമേസിങ്. അത് ശരിക്കും ഈക്കോയിലും അല്ലെങ്കിൽ കംഫർട്ടിലും നമ്മൾ സ്പോർട്ടിലേക്ക് ഇട്ട് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ്. അത് ആ സ്പോട്ടിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ലെറ്റ് മീ ചേഞ്ച് ഇറ്റ്. കാരണം സ്പോർട്ട് മോഡ് അടിപൊളിയാണ്. എന്തായാലും ഇപ്പോൾ തിരിച്ച് കംഫർട്ട് മോഡിൽ വന്നു. ഈക്കോ മോഡിലേക്ക് ഇട്ടേക്കാം. സോ ഈക്കോ മോഡിലേക്ക് ഇട്ടു.
സോ പിന്നെ ഉള്ളതിൻ്റെ റീക്യൂപ്പറേഷൻ ആണ്. സോ റീക്യൂപ്പറേഷൻ 3 സ്റ്റെപ്പിൽ നമുക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സിൽ നമുക്ക് 3 ഡിഫറെൻറ്റ് മോഡ്സിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റെപ്പിൽ നമുക്ക് റീക്യൂപ്പറേഷൻ ചെയ്യാം. നോർമൽ റീക്യൂപ്പറേഷൻ, പിന്നെ വരുന്നത് സ്ട്രോങ് റീക്യൂപ്പറേഷൻ, ദെൻ ഇറ്റ് ഈസ് ദ മാക്സിമം റീക്യൂപ്പറേഷൻ. ഇങ്ങനെ 3 സ്റ്റെപ്പിലാണ് നമുക്ക് റീക്യൂപ്പറേഷൻ, ബ്രേക്കിംഗ് റീക്യൂപ്പറേഷൻ വരുന്നത്. സോ അതും ചാർജ് ബെറ്റർ ആക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ റേഞ്ചിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അതും വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. സീറ്റ് ഞാൻ ഇൻറ്റീരിയർ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു സീറ്റ് കുറച്ചും കൂടി ബെറ്റർ ആണ്, അല്ലെങ്കിൽ ഒരുപാട് കംഫർട്ട് തരുന്നൊരു ഒരു സംഗതിയാണ് ഇതിൻ്റെ ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞ്. അതിൽ ഒന്ന് അതിൻ്റെ സീറ്റിൻ്റെ ഷേപ്പാണ്. സീറ്റിൻ്റെ ഷേപ്പ് ഉണ്ട്, അതുപോലെ തന്നെ 2 ഡ്രൈവർ സീറ്റും പാസഞ്ചർ സീറ്റിലും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, മെമ്മറി ഫംഗ്ഷൻ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് കൂടാതെ ഇതിനകത്ത് ഒരു സീറ്റ് കൈനറ്റിക് എന്ന് പറയുന്ന ഒരു മോഡുണ്ട്. ആ മോഡിൽ 2 സീറ്റും പാസഞ്ചർ സീറ്റും ഡ്രൈവർ സീറ്റും നമുക്ക് ചെറിയ തോതിലുള്ള മസാജ് കിട്ടുന്നുണ്ട്. അത് നമ്മൾക്ക് എനിക്ക് ഭയങ്കര ഇംപ്രസീവായിട്ട് തോന്നി ആ ഒരു ഫങ്ഷൻ. സോ സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഇല്ല. സീറ്റ് പ്രശ്നമില്ല എന്ന് മാത്രമല്ല, എവ്രി പാർട്ട് ഇസ് പ്രോപ്പർലി ഫിക്സ്ഡ്, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് തോന്നി. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി ഇതിൻ്റെ സീറ്റും, അതുപോലെ തന്നെ ആ ഒരു സ്റ്റിയറിംഗിലേക്കുള്ള അപ്രോച്ചും കാര്യങ്ങളും എല്ലാം. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഗ്രേറ്റ് സീറ്റിംഗ് പൊസിഷൻ. സോ സേഫ്റ്റി ഇമ്പോർട്ടൻസ് നന്നായിട്ട് കൊടുത്തിട്ട് തന്നെയാണ് EQ വരുന്നത്. ഇലക്ട്രിക് കാറാണ്, അതുപോലെ തന്നെ ബാറ്ററി ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ബാറ്ററി എന്നാണ് മെർസിഡീസ് അവകാശപ്പെടുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂളിംഗ് ആണെങ്കിലും ലിക്വിഡ് കൂളിംഗ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു ഇൻപുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കട്ട് ഓഫ് ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം മെർസിഡീസ് ഈ ഒരു ബാറ്ററി പാക്കിൽ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ കൂടാതെ വാഹനത്തിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. 7 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വേരിയൻ്റേ ഉള്ളൂ, അതിനകത്ത് 7 എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കൊളീഷൻ അവോയ്ഡൻസ് സിസ്റ്റം ഒരുപാട് വരുന്നുണ്ട്. ആക്റ്റീവ് ബ്രേക്ക് അസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം, ഇത് മെർസിഡീസിൻ്റെ എല്ലാ വാഹനങ്ങളിലും ഇപ്പോഴുണ്ട്. അതിനകത്ത് ഞാൻ ഏറ്റവും പേടിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ആക്റ്റീവ് ബ്രേക്ക് അസിസ്റ്റ്. കാരണം അത് ഡീഫോൾട്ടായിട്ട് ഓൺ ആയിട്ടാണ് വരുന്നത്. സോ ആദ്യമേ കയറിയിരിക്കുമ്പോൾ തന്നെ നമ്മളത് ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ എൻ്റെ പൊന്നോ നമുക്ക് ഇന്ത്യൻ റോഡിൽ ഒരു കാരണവശാലും ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് ഡീഫോൾട്ടായിട്ട് ഓഫ് ആക്ക്. അതുപോലെ ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയെല്ലാം പറഞ്ഞായിരിക്കണം ആ ഒരു നമ്മുടെ റെസ്പോൺസ് മെർസിഡീസ് ബെൻസ് അക്സെപ്റ്റ് ചെയ്ത് ഇപ്പം EQAയിൽ ഈ ഒരു ആക്റ്റീവ് ബ്രേക്ക് അസിസ്റ്റ് ഓഫായിട്ടാണ് ഡീഫോൾട്ടായിട്ട് വന്നിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഓൺ ചെയ്യാം. അപ്പോൾ ഡീഫോൾട്ടായിട്ട് ഓഫായിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് മെർസിഡീസ് ബെൻസ്. അതൊരു വലിയ കാര്യം തന്നെയാണ്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സേഫ്റ്റിയുടെ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുതിയ EQAയിൽ വരുന്നുണ്ട്. ഒരു ഇലക്ട്രിക് കാറിൽ ഒരുപാട് പേർക്ക് പല സംശയങ്ങളുണ്ട്. അതിനകത്ത് 1-2 നമ്മളിപ്പോൾ ക്ലിയർ ചെയ്തു. ഇനിയുണ്ട് 2-3 കൺസേൺസ്. അതിൽ മറ്റൊരു കൺസേൺ ആണ് ബാറ്ററിക്ക് എത്ര വാറണ്ടി ഉണ്ടെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ഇപ്പോൾ വാറണ്ടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു കൺസേൺ തന്നെയാണ്. ഇപ്പം മെർസിഡീസ് പറയുന്ന അനുസരിച്ച് EQAയ്ക്ക് മെർസിഡീസ് കൊടുക്കുന്ന വാറണ്ടി 8 ഇയേഴ്സ് വാറണ്ടിയും 1,60,000 കിലോമീറ്റേഴ്സിനും വാറണ്ടി കൊടുക്കുന്നുണ്ട്. 8 ഇയേഴ്സ് ഓർ 1,60,000 കിലോമീറ്റേഴ്സ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാറ്ററി ആണെങ്കിലും റീസൈക്കിൾ 96% റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പാർട്സ് ആണ് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. ബാറ്ററിയിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇനി ഇത് കൂടാതെ മറ്റൊരു കൺസേൺ വരുന്നത് ഇതിൻ്റെ റീസെയിൽ വാല്യൂ ആണ്. അപ്പോൾ ഇപ്പോൾ മെർസിഡീസ് പറയുന്നതനുസരിച്ച് റീസെയിൽ വാല്യൂ ഈ വാഹനത്തിന് ഇപ്പോൾ കിട്ടാൻ പോകുന്നത് ആഫ്റ്റർ 4 ഇയേഴ്സ് ഓൾമോസ്റ്റ് ഒരു 65% റീസെയിൽ വാല്യൂ ഈ വാഹനത്തിൽ കിട്ടുമെന്നാണ് മെർസിഡീസ് പറയുന്നത്. സോ എങ്ങനെ നോക്കിയാലും ഇലക്ട്രിക് കാറിന് ആളുകളുടെ മനസ്സിലുള്ള കൺസേൺസ് ഓരോ തവണ ഓരോ വാഹനങ്ങൾ കൊണ്ടുവരുമ്പോഴും പല മാനുഫാക്ചേഴ്സും കൊണ്ടുവരുമ്പോഴും അതിനെല്ലാം സൊല്യൂഷനായിട്ടാണ് വരുന്നത്. സോ മെർസിഡീസും അതിനുള്ളൊരു നല്ല സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഒരു വേർഡിക്റ്റ് അല്ലെങ്കിൽ ഒരു ഫൈനൽ കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ഇത് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ അപ്പം ഈ ഒരു സെഗ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബലി നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സക്സസ്ഫുൾ ഒരു മോഡലായിട്ടാണ് മെർസിഡീസ് കരുതുന്നത്. കാരണം ഞാൻ പറഞ്ഞ പോലെ 1,30,000 യൂണിറ്റ്സ് ഇതുവരെ ഗ്ലോബലി തന്നെ ഈ വാഹനം വിട്ടിട്ടുണ്ട്. ഇപ്പം 2021 ഈ വാഹനം ഗ്ലോബലി വരുന്നത്. അതിനുശേഷം ഫേസ് ലിഫ്റ്റ് വന്നു. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 1,30,000 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് നമ്പർ. സോ ആ നമ്പർ തന്നെ പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. സോ ഇതിനകത്ത് മെയിനായിട്ടൊരു കോമ്പറ്റീറ്റേഴ്സ് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന BMWയുടെ iX1 അതുപോലെ തന്നെ XC40 റീചാർജുമാണ്. സോ ഈ രണ്ടിലും േക്കാളും ബെറ്റർ ആണ് എന്നുള്ളതാണ് ഓവറോൾ കണക്കൂട്ടൽ. ഇൻ ടേംസ് ഓഫ് റേഞ്ച് ആണ് ഏറ്റവും വലിയൊരു പോയിന്റ്. ഇതിനിപ്പോൾ ഏകദേശം
560 പറഞ്ഞാലും ഒരു 500 കിലോമീറ്റേഴ്സ് റേഞ്ച് കിട്ടുന്നുണ്ട്. റീചാർജിനേക്കാളൊക്കെ ഒരുപാട് കൂടുതലാണ് വരുന്നത്. റീചാർജിൽ നല്ല കുറവുണ്ട്. ഈവൻ X1-നേക്കാൾ കുറച്ചും കൂടി റേഞ്ച് ഇപ്പോൾ ഇതിന് കിട്ടുന്നുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അത് കൂടാതെ ഓവറോൾ നോക്കുമ്പോഴും കോമ്പറ്റീറ്റേഴ്സിന് ശരിക്കും ഒരു വലിയൊരു കൺസേൺ തന്നെ ആയിരിക്കും ഈ വാഹനം ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസും മറ്റൊരു ഫാക്ടറാണ്. ഇപ്പം BMW വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 66 lakhs. BMW iX1 വരുന്നത് 66 lakhs ആണ് അതിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. XC40 അതിലും കുറവാണ്, ഏകദേശം 60 ക്ലോസ് ടു 60 ആണ് അതിന് വരുന്നുള്ളൂ. ഇതിന് അതിലും കൂടുതൽ വരാനാണ്. ഇപ്പം 66 ആണ് എക്സ്-ഷോറൂം വരുന്നതെങ്കിൽ ഏകദേശം ആ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു 1-2 ലക്ഷം രൂപ കൂടുതൽ വരാനാണ് സാധ്യത എന്നെനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും കോമ്പറ്റീഷൻ വൈസ് നോക്കുമ്പോൾ ഇതൊരു നല്ലൊരു കോമ്പറ്റീഷനായിട്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പം EQA നിൽക്കുന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട.